ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ. എന്താണെങ്കിലും നമ്മുടെ പത്രമാറ്റ് എപ്പിസോഡ് ഇന്ന് ആരംഭിക്കുന്നത് തന്നെ നല്ലൊരു സീനുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ദേവയാനി ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് അവിടെ പെട്ടെന്നൊരു കാറ് ഉമ്മറത്ത് വന്ന് നിൽക്കുന്നത്. നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക അവിടെ നിന്ന് ഇറങ്ങി വരുമോ കേട്ടോ. ദൈവമേ, ഇവൾക്ക് നമ്മുടെ നയനെ വിളിച്ചുകൊണ്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. മോൾ എത്തിയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അവളുമാർ രണ്ടെണ്ണം പടിയിറങ്ങി പോയല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുവേ. എന്നിട്ട് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇതെന്തൊരു വാശിയാണ് വല്യമ്മേ, അവൾക്ക് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്നിങ്ങനെ പറയുവാണേ. ഇവിടെ നിന്നും ആൾ പോയി വിളിക്കുമെന്ന് അവർക്കൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്. അതൊരു കാരണവശാലും അനുവദിച്ച് കൊടുക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവേന് പറയുകയാണ്, ഈ കൊച്ചിനോട് ഇനി എന്താ പറയേണ്ടതെന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോകാറുണ്ടല്ലോ, അപ്പോൾ അനി പോലും വന്ന് വിളിക്കാറില്ല. ഇനി അഥവാ വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും വന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ വിഷയം മാറുന്നതിന് വേണ്ടിയിട്ട് ദേവേന ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ, നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങിന് മോളെന്താ വരാതിരുന്നത്? നവ്യ എന്ന് പറയുന്നത് അവൾ ഭൂലോക ഫ്രോഡാണ്. പിന്നെ അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് സഹിക്കാനും പറ്റത്തില്ല. ആ നിലവാരത്തിലേക്കൊന്നും എനിക്ക് താഴാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ടേ. അഭിയേട്ടനും അപ്പച്ചിക്കും ഒന്നും അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുപോലെ തന്നെ വലിയമ്മയ്ക്കാണെങ്കിൽ നയനയെയും കണ്ടുകൂടാ. പിന്നെ അവളുമാരുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയേ. അന്നേരം നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അങ്ങനെ ചോദിക്കില്ലേ, അപ്പോൾ എന്ത് പറയും? നാട്ടുകാർക്കും ബന്ധുക്കാർക്കും വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ വലിയമ്മ നമ്മൾ ജീവിക്കുന്നത്. നല്ലത് നടന്നാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. വീട്ടിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായെന്നാൽ അത് പറഞ്ഞ് രസിക്കാനാണ് എല്ലാവർക്കും താല്പര്യവും. അതുകൊണ്ട് നാട്ടുകാരെയും ബന്ധുക്കളെയും ഭയന്നിട്ട് ഒരു കാരണവശാലും അവരെ കൂടിക്കൊണ്ട് വരരുതെന്ന് എന്നിങ്ങനെ അനാമിക പറയുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ മരുമകളാണെങ്കിൽ അനി ഇവളും നമ്മൾ പിരിയരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവളാണെങ്കിൽ അങ്ങനെയല്ല, നേരെ മറിച്ചു. അല്ല വലിയ എന്താ ആലോചിക്കുന്നതെന്ന് പറയേ. എന്നിട്ട് പറയും, എനിക്ക് മനസ്സിലായി, അവൾ പോയതോടുകൂടി ഈ വീട് ഒരു മരണ വീടായിട്ടുണ്ടാവും. വല്യമ്മയുടെ മോനാണെങ്കിൽ ഇപ്പോൾ ആഹാരം പോലും കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ മുത്തശ്ശൻ്റെ കാര്യമൊന്നും പറയുകയും വേണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് അവരുടെ വീട്ടുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. പിന്നെ വല്യമ്മ ഇപ്പോൾ ചോദിച്ചല്ലോ, ഞാനെന്താ 7ാം മാസത്തിന് വരാതിരുന്നതെന്ന്. ഞാൻ വന്നില്ലെങ്കിൽ എന്താ, വരേണ്ട ആൾ വന്നല്ലോ, ചിക്കൻ ബോക്സ് മാറുന്നതിന് മുമ്പ് തന്നെ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവേനെ പറയേ, നന്ദുമോള് വന്നിരുന്നു മോളെന്ന് പറയേ. നന്ദുമോളോ? അപ്പോൾ വല്യമ്മയ്ക്ക് എന്ന് തൊട്ട് അവൾ മോളായത്? അതോ ഇനി എല്ലാവരും കൂടെ ചേർന്നിട്ട് അവളെ സ്നേഹിക്കാൻ തുടങ്ങി എന്നിങ്ങനെയൊക്കെ അനാമിക ചോദിക്കുവേ. അതല്ല മോളെ, അവളുടെ ചേച്ചിയുടെ 7ാം മാസത്തെ ചടങ്ങല്ലേ, അപ്പോൾ നമ്മളെങ്ങനെ വരണ്ടെന്ന് പറയും. അവൾ വന്നത് ചടങ്ങിനൊന്നുമല്ല, അനിയുമായിട്ട് കൂടുതലായിട്ട് ഇഴുകിച്ചേരാനാണ് എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, മോള് കുറച്ചുകൂടെ അനിയുമായിട്ട് കൂടിച്ചേരണം. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് മുന്നേ വരെ. അപ്പോൾ ഒരു കോള് പോലും ചെയ്തിട്ടില്ല. എന്നെപ്പറ്റി ഒന്നും അറിയണ്ട അവന്. ഏത് നേരത്താണോ കല്യാണം കഴിഞ്ഞത് അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും. അവർക്കാണെങ്കിൽ മനസ്സറിയാതെ തല്ലും കിട്ടുക. മോളെ, അത് കണ്ടുപിടിച്ചില്ലേ ആരാന്ന്? ആരാകാനാ, നന്ദുവും കൂട്ടുകാരും തന്നെയല്ലേ തല്ലുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയാണെന്നല്ലേ അവളുടെ വിചാരം. കൊല്ലണം അതിനൊക്കെയെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അനാമിക അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം നമ്മുടെ അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി നയന വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്നോട് ദേഷ്യം തോന്നുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനി റൂമിലിരുന്ന് പടം വരയ്ക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നയനേച്ചി വന്നത് ഇവൾ അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പറയണ്ടെന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അനാമിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാനിവിടുന്ന് പോയതിൻ്റെ സന്തോഷത്തിലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും എന്നെ അന്വേഷിക്കാതൊക്കെ ഇരുന്നത്. അപ്പോൾ പിന്നെ അന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറയാലോ, എൻ്റെ അച്ഛനും അമ്മയാണ് ഈ കാര്യത്തിലെ പ്രതികൾ. സത്യം പറഞ്ഞാൽ അവരാണ് എന്നെ ഇങ്ങോട്ടേക്ക് തള്ളി വിടുന്നതെന്ന് ഇങ്ങനെ പറയേ. അപ്പോൾ നമ്മുടെ അനു ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ കൊമ്പത്തെ ആൾക്കാരാണ്, നീ അവിടെ നിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ലെന്നൊക്കെയാണല്ലോ പറയാറുള്ളതെന്നൊക്കെ ചോദിക്കുവേ. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം തേടി നടക്കുമല്ലേ. അത് ശരിയാ എന്നൊക്കെ പറയാം. എന്നിട്ട് പിന്നെ പറയും, നിൻ്റെ കുടുംബത്തിനെ കഴിഞ്ഞും കൂടുതൽ ബന്ധുബലം ഉള്ളത് അനന്തപുരി തറവാടിനാണ്. പക്ഷെ മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും ചൂളിപ്പോകാൻ നിൽക്കില്ല. അവിടെ എന്നും അടിയും വഴക്കുമായിട്ട് പോയെന്നാൽ പിന്നെ മരിച്ച പോലെയാകും ജീവിതം. ഒരു വഴക്കിനുള്ള തുടക്കമാണിതെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ അതിന് വേണ്ടിയിട്ട് മുതിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരിക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നയന നടന്നിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ അനാമികയ്ക്ക് അങ്ങ് വിശ്വാസമേ വരുന്നില്ല കേട്ടോ. അടിമുടി ഇങ്ങനെ നോക്കുക കേട്ടോ. സ്വപ്നം കാണുന്ന പോലെയൊക്കെ തോന്നുവാണേ.
അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ചോദിക്കുവാണേ, എന്താ ഇങ്ങനെ നോക്കുന്നത്, വിശ്വാസം വരുന്നില്ല എന്നൊക്കെ ചോദിക്കുവാണേ. എന്നിട്ടത് എന്നോട് പറഞ്ഞില്ലല്ലോ, അവർക്കിതെന്തിന് സൂക്കേടാന്നിങ്ങനെ അനാമിക മനസ്സിൽ വിചാരിക്കുകയാണേ. നീ എന്താടി ആലോചിക്കുന്നതെന്ന് ഇങ്ങനെ നയനം ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ ആലോചിക്കാനാ, അത് നീ എന്തിനാ അറിയുന്നത്? നീ ചേച്ചിക്കൊപ്പം വലിയ കാര്യത്തിൽ നിൻ്റെ അച്ഛനോടും അമ്മയോടൊപ്പം പോയതാണല്ലോ, എന്നിട്ട് കാര്യങ്ങളൊന്നും നടക്കാതെ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും അന്നേരം നമ്മുടെ നയന പറയുകയാണേ, എനിക്ക് മനസ്സുണ്ടായിട്ട് നീ കൂടെ കൂടെ പിണങ്ങി പോവുമല്ലോ, പിന്നെ എന്തിനാ മടങ്ങി വന്നത് എന്നിങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. നീയും നിൻ്റെ ചേച്ചിയും ഇവിടെ ഇല്ലയെന്ന് കരുതിയിട്ടാണ് ഞാൻ മടങ്ങി വന്നത് എന്നിങ്ങനെ അനാമികയും പറയുവാണേ. ഇപ്പം മനസ്സിലായല്ലോ ഞങ്ങളിവിടെ ഉണ്ടെന്ന്. എന്നിട്ട് പറയുകയാണേ, ഇതെല്ലാം നീയും നിൻ്റെ കെട്ടിയനും കൂടെ കളിക്കുന്ന നാടകമാണ്. നിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നീ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ ഇറക്കുന്നത്. നീ വരത്തില്ലാത്തപ്പോൾ വന്ന് വിളിക്കുമല്ലോ ഇവിടുന്ന് എല്ലാവരും. കൂടെയുള്ള ആണുങ്ങളെ നമ്മൾ പെണ്ണുങ്ങളെ സ്നേഹിച്ചാൽ അതാണ് ഗുണം എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. ആദർശമായിട്ട് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അനിയുടെ സ്നേഹം നിനക്കെന്താ പിടിച്ചു സാധിക്കാത്തത്? അപ്പം നീ പോയി കഴിഞ്ഞാൽ അനി വരുമല്ലോ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. അവൻ എന്നെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീയും നിൻ്റെ അച്ഛനും അമ്മയും ചേട്ടത്തി എല്ലാവരും കൂടെ ഇങ്ങനെ നിൻ്റെ ഒരു അനിയത്തെ അയച്ചു വിട്ടിരിക്കുന്നത്. പിന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ടെന്ന് ഇങ്ങനെ അനാമിക പറയും. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അനി വളരെ നല്ല പയ്യനാണ്, അവൻ ഇത്തിരി സ്നേഹം കൊടുത്ത് നല്ല ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്ന കൂട്ടത്തിലാണ്. എന്നാൽ അതുപോലും അവന് കിട്ടുന്നില്ല, അത് നിൻ്റെ പരാജയമാണെന്ന് ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് നയന അനാമികയോട് പറയുന്നുണ്ട്. നിൻ്റെ മാത്രം പരാജയം എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ നമ്മുടെ അനാമിക മനസ്സ് വിചാരിക്കുകയാണ്, അവൾ വന്നിരിക്കുക എന്നെ കൊല്ലാൻ. പിന്നീട് കാണിക്കാൻ നമ്മുടെ ജാനകിനെയും ജലജനെയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ മറുമായങ്ങൾ നടക്കുന്നുണ്ട് ജാനകി, ഇല്ലെങ്കിൽ ഏട്ടത്തിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വരുമോ? ഇവിടെ എൻ്റെ മോൻ തല്ലിപ്പൊളിയാ, എന്നാൽ നിൻ്റെ മോൻ അങ്ങനെയല്ലല്ലോ. 2-3 ബ്രാഞ്ചിൻ്റെ മേൽനോട്ടമല്ല അവനല്ലേ നോക്കുന്നത്. പക്ഷെ അവൻ്റെ ദാമ്പത്യം നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും നന്നാക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. എന്നാൽ നയന പോയപ്പോഴോ ഇവിടെ ഉള്ളവരുടെ വിഷമമൊക്കെ ഒന്ന് കാണാമായിരുന്നു. അവളില്ലെങ്കിൽ ഈ വീട് ഉറങ്ങിപ്പോകുന്ന അച്ഛനും അമ്മയും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുവാണേ. അവൾ മൊത്തത്തിൽ എല്ലാവരും ഉറക്കുമെന്ന് എൻ്റെ പേടിയിൽ ഇങ്ങനെ ജാനകിയും പറയുന്നുണ്ട്. പക്ഷേ ആദർശ് ഇപ്പോൾ കൊണ്ട് അവളെ ഇരുത്തിയിരിക്കുന്നതേ കമ്പനി പിടിച്ചെടുക്കാൻ തന്നെയാണ്. നിൻ്റെ മോൻ്റെ അച്ഛൻ്റെയും കാര്യം പിന്നെ പറയണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ മുത്തശ്ശൻ്റെ കാലത്തിന് ശേഷം അച്ഛൻ്റെ കാലത്തിന് ശേഷം ഇവിടെ ആ നയനയും ആദർശവും പറയുന്ന കേട്ട് ജീവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി ഞെട്ടുന്നുണ്ട് കേട്ടോ. മോള് വന്നോന്ന് ചോദിക്കേ. ഞാൻ വന്നതൊക്കെ നിൽക്കട്ടെ, ഒരുത്തി ഇവിടെ കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇതാ അവൾ മുന്നേ നിൽക്കുന്നു. അവൾ വന്നു മോളെ, ഏട്ടത്തിയാണ് പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നത്. അറിഞ്ഞു കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാവുന്നില്ല, വല്യമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണ് അവൾ അവിടെ പിടിച്ചു നിർത്തിയത്. പക്ഷേ വിട്ടതിൻ്റെ കാര്യം എന്താണെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ഉണ്ട് മോളെ, അതിനെപ്പറ്റി ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മോളിങ്ങനെ കൂടെ അനിയുമായിട്ട് പിണങ്ങി വീട്ടിലോട്ട് പോകുന്നത് ശരിയല്ല മോളെ എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട്. നയന ഈ വീട് പിടിച്ചെടുക്കാനും കമ്പനി പിടിച്ചെടുക്കാനുമാണ് നോക്കുന്നത്. ആ സമയത്ത് മോളിങ്ങനെ വീട്ടിൽ പോയി നിന്നാൽ ശരിയാവുമോ? അവരിവിടുന്ന് പോയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. മുമ്പ് ദിവസവും ഇങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ അവളും ഉണ്ട് ഇവിടെ. ആദർശനും എൻ്റെ അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിക്കും എല്ലാം അവൾ വേണം. അതുകൊണ്ട് ഏട്ടത്തിക്ക് കീഴടങ്ങിയേ പറ്റുള്ളൂ. ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വരാൻ ആരെങ്കിലും പറഞ്ഞോന്ന് ഇങ്ങനെ ചോദിക്കുവേ അനാമിക. അന്നേരം നമ്മുടെ ജാനകി പറയുകയാണ്, ഇടയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുക. അപ്പം നമ്മുടെ ജലജ എരിവ് കേട്ടാനായിട്ട് പറയുന്നുണ്ട്, എവിടെ പറഞ്ഞു, ആരും പറഞ്ഞില്ല. മോള് പോകുന്നത് ആശ്വാസമായിട്ട് കാണുന്നവരാ പലരും. അതിനിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ജലജയും പറയുന്നുണ്ട്. മിക്കവാറും നയനയും ഏട്ടത്തെയും എല്ലാം ഈ വീട്ടിലൊന്നാകും. നമ്മളെല്ലാവരും അധികപ്പറ്റാവുകയും ചെയ്യും എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാനം അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ നമുക്ക് കൊള്ളാം എന്നിങ്ങനെ ജലജ ഒന്നും കൂടെ എടുത്ത് പറയുവാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനി നമ്മുടെ ഫുഡൊക്കെ എടുത്ത് റെഡിയാകുക കേട്ടോ. നമ്മുടെ ആദർശം നയനയും ഓഫീസിൽ പോകുന്നതിന് വേണ്ടിയിട്ട് റെഡിയാകുവാണേ. അവരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ ദേവയാനി നോക്കി നിൽക്കുവാണേ. ഇഷ്ടപ്പെട്ട കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നിനക്ക്. ഇനി നീ നിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയെന്ന ഉറക്കം പോകുന്നത് ഇവൻ്റെ അല്ലേ? നീ കാരണമേ എല്ലാവരുടെ മുന്നിലും എനിക്ക് തല കുനിക്കേണ്ടി വന്നു. എന്നെ തല കുനിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവിടേക്ക് പോകണമെന്നും പറഞ്ഞില്ല എന്നിങ്ങനെ ആദർശ് പറയുവേ. നിനക്കറിയാലോ ഇവിടുത്തെ കാര്യം എങ്ങനെയായിരുന്നെന്ന്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇനി ഞാൻ പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അച്ഛനും അമ്മയും പോയി വിളിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്തിനാ വെറുതെ വയസ്സുകാലത്ത് അവരെയും കൂടി നാണം കെടുത്തുന്നത്? എന്തായാലും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നയന ഇങ്ങനെ ഏറുകണ്ടിട്ട് ഇങ്ങനെ ഒരേപോലെ നമ്മുടെ ദേവയാനിയെ നോക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ വലിയ കൊമ്പത്തെ ആൾക്കാരായി പോയില്ല എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും പെട്ടെന്ന് രണ്ടുപേരുടെ മുഖത്തൊരു ഭാവവ്യത്യാസം വരുന്നുണ്ട്.
നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഉള്ളിൽ ചിരിയൊക്കെ വരുന്ന പോലെ ഉണ്ട്. അപ്പം നയനയ്ക്ക് ഇങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആദർശ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോഴേ ബാക്കിയുള്ളവർ കീഴടങ്ങി കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത്. ഇവളിവിടെ വന്നതിന് ശേഷമേ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ഒരുപാട് തലകുനിച്ചതാണ്. ഇതിന് മുന്നേ അവർ ഇവളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടല്ലോ. അതൊക്കെ സത്യം പറഞ്ഞാലേ എനിക്ക് ഭയങ്കര അപമാനമായിട്ടാണ് തോന്നുന്നത്. ഇടയ്ക്ക് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ എണീക്കുമ്പോഴേ ചായയായിട്ട് ഇവൾ വന്ന് തട്ടി വിളിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് എന്തോ പോലെ ആകുന്നു എന്ന്. അത് പിന്നെ അച്ഛനും അങ്ങനെ തന്നെയാണ്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്നോടും എല്ലാവർക്കും ദേഷ്യമാവും. അത് മുളയിലെ നുള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അമ്മ വന്നപ്പോഴേ പറഞ്ഞതല്ലേ, പിന്നെ ഇതിങ്ങനെ എന്തിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവേ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് 2ാമത്തെ തവണയാണ് ഞാൻ പോയി നാണം കെട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇനി ഇവള് വല്ല ഡിമാൻഡ് ഇടാൻ ചാൻസ് ഉണ്ടോയെന്നാ എൻ്റെ സംശയം. അതായത് നിൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ നോക്കിയും കണ്ടും വേണം ഇനി മുന്നോട്ട് പോകാൻ. അമ്മ പിന്നെ ഇങ്ങനെ കൂടെ പോയിട്ട് വിളിച്ചെന്ന് ആർക്കായാലും ഡിമാൻഡ് ഉണ്ടാവില്ലേ? എനിക്ക് ഇവളുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഇവളുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇവളെ പോയി കാണാം, സംസാരിക്കുകയും ചെയ്യും. അവിടെ ഞങ്ങൾക്കായിട്ടൊരു റൂം തന്നെയുണ്ട്. നീ എടുത്തു കൊടുത്ത വീടല്ലേ, അത് പിന്നെ അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ. എനിക്ക് അവിടെ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതെന്ന് പറയേ. എന്നാലും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അതിനൊക്കെ ബുദ്ധിമുട്ടില്ലായിരിക്കും, പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയുടെയും കാര്യമോ, അവർക്കാർക്കും ഇവളെ കാണാതിരിക്കാൻ പറ്റില്ല. അതിന് ഇവൾ എന്ത് ദുർമന്ത്രമാണ് ചെയ്തതെന്ന് അറിയില്ല. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആദർശ് കാണുകയും ചെയ്തേ. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ സമയം കളയേണ്ട, ചെല്ലെന്ന് പറയും. അപ്പോൾ ആദർശ് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പുറകെ നിന്ന് വീണ്ടും വിളിച്ച് പറയുക, ഭക്ഷണം മുഴുവൻ കഴിക്കണേന്ന്. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് തിരിഞ്ഞ് നോക്കും കേട്ടോ. എന്നിട്ട് പറയും, നിന്നോടാ പറഞ്ഞേ, ബാക്കിയുള്ളവരൊക്കെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതൊക്കെയായാലും ഇവള് കളയില്ല, ഇവള് കഴിക്കും. അപ്പോഴത്തേക്കിന് രണ്ടാളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരിഞ്ഞ് നോക്കിയിട്ട് വീണ്ടും ടാറ്റ കൊടുക്കും കേട്ടോ, രണ്ടാളും ചിരിച്ചുകൊണ്ട്. അപ്പം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ആദർശിൻ്റെ മുഖത്തോട്ടാണ് നയന നോക്കുന്നത്. അപ്പം നയന അമ്മ ചിരിക്കുന്നതും കണ്ടേ. പിന്നെ ആദർശ് ചിരിച്ചുകൊണ്ട് വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അതുപോലെ അനാമികയും കാണിക്കുന്നുണ്ട് കേട്ടോ. അനാമിക ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുക. അപ്പോൾ ദേവയാനി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവള് ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണല്ലോ, നയനമോൾ വന്നത് അറിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവയാനി വന്നത് അനാമിക എണീച്ചിട്ട് ചോദിക്കുകയാണ്, വല്യമ്മയുടെ മരുമകൾ വന്നിട്ടാണ് എന്നോട് മിണ്ടാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മോക്കത് ഇഷ്ടമാകത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. വല്യമ്മയുടെ മരുമകളെ വലിയ ഇഷ്ടമാണ്, ഈ കാണിക്കുന്നതൊക്കെ അഭിനയമാണ്, അത് വെറുതെ മോളെ, ഇവിടുത്തെ അവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത്. പോട്ടെ മോളെ, അതൊരു വിഷയമാക്കണ്ട എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അതെനിക്ക് വലിയ വിഷയം തന്നെയാണ്, അവളില്ലാന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവൾ എൻ്റെ മുന്നിൽ വന്ന് സംസാരിച്ച് വിജയിച്ച ഭാവത്തോട് കൂടിയിട്ടാണെന്ന് പറയാം. അന്നേരം നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ മരുമകൾക്ക് അങ്ങനെ ഒരു ഭാവം ഇല്ലെന്ന് എനിക്കറിയാമല്ലോ എന്നിങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഒരു കാര്യം വല്യമ്മ മനസ്സിലാക്കിയോ, വല്യമ്മ ഇവിടുന്ന് പോയെന്നാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും, പക്ഷെ അവൾ ഇവിടുന്ന് പോയാൽ ഇവിടെ ആർക്കും അത് സഹിക്കാനാവില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് അവൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് അറിയാം മോളെ, തൽക്കാലം നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ടേക്ക് പോവേ. അപ്പോൾ പുറകെ വെച്ച് പിടിക്കുവാണ് നമ്മുടെ അനാമികയും. അവളുടെ ചേച്ചിയാണ് കാര്യത്തിന് കാര്യം അപ്പോൾ പറഞ്ഞു തീർക്കും. പക്ഷേ നയന അങ്ങനെയല്ല, വല്യമ്മയുടെ മരുമകൾ എല്ലാം മനസ്സിൽ വെച്ചിട്ട് ആവശ്യം വരുന്ന സമയത്ത് അതെടുത്ത് കൊത്തും. പിന്നെ വല്യമ്മയുടെ മരുമകളെന്ന് എപ്പോഴും ഇങ്ങനെ പറയൊന്നും വേണ്ട, ഞാൻ ആ സ്ഥാനം അവൾക്ക് കൊടുത്തിട്ടില്ല. ആര് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന്? ഇല്ലെങ്കിൽ വല്യമ്മ തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വരുമോ? അപ്പോൾ അങ്ങനെയൊന്നും അല്ലാന്ന് ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അല്ല അങ്ങനെ തന്നെയാണ്, വലിയ ഡിസൈനറാണ്, ഇങ്ങനെ കമ്പനിയിലും അവൾ നല്ല രീതിയിൽ മേൽനോട്ടം വഹിച്ച് വലിയ തലപ്പത്തെത്തുക തന്നെ ചെയ്യും, അതിനുള്ള പുറപ്പാടിലാണ് അവൾ. അത് തന്നെയല്ല, ഇപ്പം മുത്തശ്ശൻ്റെ പേരിലാണ് ഈ തറവാട് അറിയപ്പെടുന്നതെങ്കിൽ നാളെ അവളുടെ പേരിലായിരിക്കും ഈ തറവാട് ഇനി അറിയപ്പെടാൻ പോകുന്നത്. എന്ത് ചെയ്യാനാ മോളെ, അവളുടെ കഴിവ് നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ദേവയാനി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വല്യമ്മയുടെ കൂട്ടുകാരി അവൾക്ക് അവാർഡ് കൊടുത്തത്. അയ്യോ, അന്ന് സംഭവിച്ച എന്തൊക്കെയാണെന്ന് മോൾക്കറിയാലോ, അത് ഗ്രേസിയും അവളുടെ മോളും കൊടുത്ത അവാർഡാണ് മോളെ. ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ അവളത് മേടിക്കില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് കീഴടങ്ങേണ്ടി വന്നത്. അപ്പം അനാമിക പറയുന്നുണ്ട്, അവൾ ഒരുത്തി കാരണമാണ് അനി എന്നെ സ്നേഹിക്കാത്തത്. നന്ദുവിനെയും അനിയെയും പരിധി വിട്ട് അടുപ്പിക്കുന്നത് അവളാണ്. 7ാം മാസ ചടങ്ങിൽ അവൾ ഇവിടെ വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അവളെ വിളിച്ചു വരുത്തിയതാണ് വല്യമ്മയുടെ മരുമോള്. എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് ഉടക്കി പോകണം, ആ സ്ഥാനത്തേക്ക് അവളുടെ അനിയത്തെ കൊണ്ടുവരണം, അത് തന്നെ അവരുടെ ഉദ്ദേശം.
വല്യമ്മേ, കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ വളരെ താമസിയാതെ തന്നെ വല്യമ്മ ഈ വീടിൻ്റെ മൂലയിൽ ഒതുങ്ങി കൂടേണ്ടി വരും. ഇപ്പം തന്നെ അടുക്കളപ്പണി എല്ലാം ചെയ്യുന്നത് വല്യമ്മയാണ് എന്ന് വെച്ചാൽ അവളെ കൊണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ വല്യമ്മയാണെന്നർത്ഥം. പിന്നെ എന്ത് വെച്ചെന്നാൽ ആയിക്കോ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണേ. നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകൾക്ക് സ്വാർത്ഥതയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ പറയുന്നതൊക്കെ ഇപ്പോൾ തൽക്കാലം കേട്ടോണ്ട് നിന്നല്ലേ മതിയാവൂ എന്നിങ്ങനെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്